അടുത്തതായി ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻ്റായ സീഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സീഡ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫൈനൽ പ്രോഡക്റ്റാണ്. ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് സീഡ്. നമുക്ക് വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ ഫെർട്ടിലൈസ്ഡ് ഓവ്യൂൾ. ഓവ്യൂളാണല്ലോ സീഡായിട്ട് മാറുക എന്ന് പറഞ്ഞില്ലേ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ. സോ നമുക്കതിനെ ഫെർട്ടിലൈസ്ഡ് ഓവ്യൂൾ എന്ന് പറയാം. അതുപോലെ മെച്വേർഡ് ഓവ്യൂൾ എന്നും പറയാം. ഫെർട്ടിലൈസ്ഡ് ഓവ്യൂൾ എന്നും പറയാം. മെച്വേർഡ് ഓവ്യൂൾ കണ്ടെയ്നിങ് എംബ്രിയോ. എംബ്രിയോ ഉള്ള മെച്വേർഡ് ഓവ്യൂൾ എന്നും പറയാം. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടുള്ള ഓവ്യൂൾ എന്നും പറയാൻ പറ്റും. സോ ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഫെർട്ടിലൈസ്ഡ് ഓവ്യൂൾ ആണ്. മെച്വേർഡ് ഓവ്യൂൾ കണ്ടെയ്നിങ് എംബ്രിയോ ഒക്കെയാണ് നമ്മൾ സീഡ്. അപ്പോൾ നമുക്കറിയാം സീഡ് എവിടെയാണ് കാണുക? നമ്മൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഉള്ളിലാണ് സീഡ് കാണുന്നത്. അപ്പോൾ ഓവറിയാണ് ഫ്രൂട്ടായി മാറുന്നത്, ഓവ്യൂളാണ് സീഡായിട്ട് മാറുന്നത്. സോ ഫ്രൂട്ട്സിൻ്റെ ഉള്ളിലാണ് നമുക്ക് സീഡ് കാണാൻ പറ്റുന്നത്. ഇനി ഒരു സീഡ് എടുത്തു കഴിഞ്ഞാൽ സീഡിൻ്റെ പ്രധാനമായ ഭാഗങ്ങൾ ഏതൊക്കെയാണ് നോക്കിയേ. സീഡിൽ ഒരു സീഡിൻ്റെ കോട്ട് ഉണ്ടാവും, കവറിങ് ഉണ്ടാവും, സീഡ് കോട്ട് ഉണ്ടാവും. അതുപോലെ ആ സീഡിനെ ഡെവലപ്പ് ചെയ്യാനുള്ള കോട്ടിലിഡൻസ് ഉണ്ടായിരിക്കും. അതുപോലെ ഒരു എംബ്രിയോ ആക്സിസ് ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് പ്രധാനമായ സീഡിൻ്റെ ഭാഗങ്ങൾ. സീഡ് കോട്ട്, കോട്ടിലിഡൻ ആൻഡ് എംബ്രിയോ ആക്സിസ്. ഇനി നോക്കുകയാണെങ്കിൽ എന്താണ് കോട്ടിലിഡൻ? കോട്ടിലിഡൻ എന്ന് പറഞ്ഞാൽ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ആണ്. എബണ്ടൻ്റ് ആയിട്ട് റിസർവ് ഫുഡ് മെറ്റീരിയൽ സീഡിനെ ജെർമിനേറ്റ് ചെയ്യാനും അതിന് ഡെവലപ്പ് ചെയ്യാനുള്ള സ്ട്രക്ചർ കൊടുക്കണ ഫുഡ് റിസർവ് ഉള്ള ഏരിയ ആണ്. സോ കോട്ടിലിഡൻ സാധാരണയായിട്ട് നമുക്ക് തിക്കായിട്ട് സ്വള്ളനായിട്ട് കാണപ്പെടും. വളരെ കട്ടിയിൽ സ്വള്ളൻ വീർത്തിരിക്കുന്ന ടൈപ്പായിരിക്കും കോട്ടിലിഡൻ. എന്തുകൊണ്ടാണ് അത് തിക്കായിട്ട് സ്വള്ളനാവാൻ കാരണം? അതിലുള്ള ഫുഡ് സ്റ്റോറേജ് കാരണമാണ് അത് തിക്കായിട്ട് സ്വള്ളനായിട്ടും ഇരിക്കുന്നത്. അങ്ങനത്തെ ഒരു എക്സാമ്പിളാണ് നമുക്കങ്ങനെ കാണുന്ന കോട്ടൻ്റെ എക്സാമ്പിളാണ് നമ്മൾ പറയുന്ന ലെഗ്യൂമിൻ. സോ ലെഗ്യൂമിനസ് പ്ലാന്റ്സിൻ്റെ സീഡുകളൊക്കെ തിക്ക് ആൻഡ് സ്വള്ളനായിരിക്കും. ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ സീഡ് മെച്യൂർ ചെയ്ത് കഴിഞ്ഞാൽ സീഡിൽ എന്തൊക്കെ ചേഞ്ചസ് വരുമെന്ന് നോക്കാം. അപ്പോൾ ഒരു സീഡ് മെച്യൂർ ആവുന്നതിനനുസരിച്ച് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞ് വരും. ഓൾമോസ്റ്റ് ഭയങ്കര മെച്യൂർഡ് ആയി കഴിഞ്ഞാൽ അത് റിലേറ്റീവ്ലി ഡ്രൈ ആയിരിക്കും. സോ സീഡ് ഓൾമോസ്റ്റ് ഡ്രൈ ആവാൻ തുടങ്ങും. അതിൽ 10 to 15% മോയ്സ്ചർ മാത്രമേ അതിൻ്റെ മാസ്സായിട്ട് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം അതിൽ നിന്ന് ഡീഹൈഡ്രേറ്റ് ചെയ്തു. സോ സീഡ് മെച്യൂർ ആവുന്നതിൻ്റെ അപ്പം തന്നെ എന്ത് സംഭവിക്കും? സീഡിലുള്ള വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞ് വരും. ഇനി ഈ സീഡാവുന്നത് നമ്മൾ പറഞ്ഞു ഓവ്യൂളിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ കുറേ ലെയറുകൾ പഠിച്ചിട്ടുണ്ട് എംബ്രിയോസാക്ക് പഠിക്കുമ്പോൾ. എംബ്രിയോസാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിലാണ് നമ്മൾ ഇൻടെഗ്യുമെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ചേഞ്ചുകൾ പറഞ്ഞു. സോ ഇൻടെഗ്യുമെൻറ്റുകൾ ഓരോ ലെയറുകളാണ്. സോ ഇൻടെഗ്യുമെൻറ്റുകൾ പതുക്കെ ഓവ്യൂളിൻ്റെ ഇൻടെഗ്യുമെൻറ്റുകൾ ഹാർഡൻ ആവാൻ, കട്ടി വയ്ക്കാൻ തുടങ്ങും. അതുപോലെ ഭയങ്കര ടഫ് ആവാൻ തുടങ്ങും. അതുപോലെ ഒരു പ്രൊട്ടക്റ്റീവ് സീഡ് കോട്ടായിട്ട് ഡെവലപ്പ് ചെയ്യും. ഓവ്യൂളാണല്ലോ സീഡായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. സോ എങ്ങനെയാണ് ആ സീഡ് കോട്ട് ഡെവലപ്പ് ചെയ്യണതെന്നാണ് പറഞ്ഞത്. സോ സീഡിൽ ആ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ ആ ഓവ്യൂളിലെ ഇൻടെഗ്യുമെൻറ്റുകളൊക്കെ, ആ കവറിങ്ങുകളൊക്കെ ഹാർഡനായി വളരെ ടഫായി അതിനൊരു പ്രൊട്ടക്റ്റീവ് കോട്ട് ഡെവലപ്പ് ചെയ്യും. അതാണ് നമ്മൾ പറയുന്ന സീഡ് കോട്ട്. അതുമാത്രമല്ല നമ്മൾ എംബ്രിയോ സാക്ക് പഠിക്കുമ്പോൾ അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടെന്ന് പറയും. ഇൻടെഗ്യുമെൻറ്റ് വരാത്ത ഒരു ഓപ്പണിംഗ്, ഇൻടെഗ്യുമെൻറ്റ് കവർ ചെയ്യാത്ത ഒരു ഭാഗം ഉണ്ടെന്ന്. അതെന്താണ്? മൈക്രോപൈൽ. സോ ഒരു സീഡായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ, ഓവ്യൂള് സീഡായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ മൈക്രോപൈൽ അതുപോലെ തന്നെ ഇരിക്കും. സോ മൈക്രോപൈൽ റിമെയിൻ ഓപ്പണിംഗ് ആയിട്ട്, പക്ഷേ അതൊരു ചെറിയ സ്മോൾ പോറായിട്ട്, അല്ലെങ്കിൽ ചെറിയ ഓപ്പണിംഗ് ആയിട്ടാണ് നിൽക്കുള്ളൂ. അത് സീഡ് കോട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിലൊരു മൈക്രോപൈൽ ആ ഒരു സ്മോൾ പോറായിട്ട് കാണും. മൈക്രോപൈലിൻ്റെ ഭാഗത്ത് ആ ഒരു സ്മോൾ പോറായിട്ട് സീഡ് കോട്ടിൽ തന്നെ കാണും. എന്തിനായിരിക്കും ഈ മൈക്രോപൈൽ അല്ലെങ്കിൽ ആ സ്മോൾ പോറായിട്ട് മൈക്രോപൈൽ നിലനിൽക്കുന്നത്? സീഡ് മെച്യൂർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞ് വരും. ഒരു 10 to 15% മോയ്സ്ചർ മാസ്സായിട്ട് മാത്രമേ അതിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായിരിക്കുള്ളൂ. സോ റിലേറ്റീവ്ലി ഡ്രൈ ആയിട്ടുള്ള ആ സീഡിനെ ജെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് എൻട്രി ഓഫ് ഓക്സിജനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മൈക്രോപോർ അങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. സോ ഇതിലൂടെയാണ് അതിന് ഇനഫ് എമൗണ്ട് ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് അല്ലെങ്കിൽ അതിന് ഡെവലപ്പ് ചെയ്യാനുള്ള എന്തൊക്കെ വേണോ അത് ഈ മൈക്രോപൈലായ സ്മോൾ പോറിലൂടെയാണ്, സീഡ് കോട്ടിലുള്ള ഈ പോറിലൂടെയാണ് അത് അച്ചീവ് ചെയ്ത് പോകുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ ഒരു സീഡ് മെച്യൂർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും? ഒരു സീഡ് മെച്യൂർ ആയ സീഡിനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് നോൺ ആൽബുമിനസ് സീഡ് എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ ആൽബുമിനസ് സീഡ് എന്ന് പറയാം. 2 ടൈപ്പ് മെച്യൂർ സീഡുകൾ നമുക്ക് കാണാൻ പറ്റും. എത്രത്തോളം ആ സീഡിലുള്ള കോട്ടിലിഡൻസ് അല്ലെങ്കിൽ ഈ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് യൂട്ടിലൈസ് ചെയ്തു അല്ലെങ്കിൽ ഇല്ല
എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ സീഡിനെ നോൺ ആൽബുമിനസും ആൽബുമിനസും ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ആദ്യത്തേതായി നോൺ ആൽബുമിനസ്. നോൺ ആൽബുമിനസ് നോക്കുകയാണെങ്കിൽ അതിൽ റെസിഡ്വൽ എൻഡോസ്പേം ഉണ്ടായിരിക്കില്ല. അതായത് അതിൽ എൻഡോസ്പേം ഒട്ടും തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം എന്താണ്? ആ എൻഡോസ്പേം ഒക്കെ എംബ്രിയോ ഡെവലപ്മെൻറ്റ് സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും. അതാണ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഡ്യൂറിങ് എംബ്രിയോ ഡെവലപ്മെൻറ്റ്. സോ എംബ്രിയോ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് അതിൽ എൻഡോസ്പേമിനെ കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിൽ റെസിഡ്വലായിട്ട് റിമൈനിങ് എൻഡോസ്പേം ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. സോ എൻഡോസ്പേം റിമൈനിങ് ആയിട്ട് ഇല്ലാത്ത സീഡിനെ വിളിക്കുന്ന പേരാണ് നോൺ ആൽബുമിനസ് സീഡുകൾ എന്ന്. അതിന് നമ്മൾ മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് പീയും ഗ്രൗണ്ട് നട്ട്. സോ എൻഡോസ്പേം കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നോൺ ആൽബുമിനസ് എന്ന് പറയും. എക്സാമ്പിൾ പീ ആൻഡ് ഗ്രൗണ്ട് നട്ട്. ബിക്കോസ് എൻഡോസ്പേം മുഴുവൻ എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ടൈപ്പ് സീഡ് എന്ന് പറയുന്നത് ആൽബുമിനസ് സീഡാണ്. ആൽബുമിനസ് സീഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിലെ എൻഡോസ്പേമിൻ്റെ ചെറിയ ഭാഗം, വളരെ ചെറിയ ഭാഗം അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ഭാഗം റിമെയിൻ ചെയ്തിട്ട് വീണ്ടും കുറച്ച് എൻഡോസ്പേം അതിൽ തന്നെ നിലനിൽക്കുന്നുണ്ടോ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അതിൻ്റെ എംബ്രിയോ ഡെവലപ്മെൻറ്റ് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റിൽ കുറച്ച് എൻഡോസ്പേം നിലനിൽക്കുന്നുണ്ടാവും. ആ സീഡിനെ ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ എൻഡോസ്പേം അല്ലെങ്കിൽ അതിൻ്റെ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് യൂട്ടിലൈസ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ പറയും നോട്ട് കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ് ഡ്യൂറിങ് എംബ്രിയോ ഡെവലപ്മെൻറ്റ്. സോ എംബ്രിയോ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് അതിലുള്ള എൻഡോസ്പേമിനെ കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എൻഡോസ്പേമിൻ്റെ ഒരു ഭാഗം അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടാവും. റീറ്റെയിൻ പാർട്ട് ഓഫ് എൻഡോസ്പേം, അതിൻ്റെ എൻഡോസ്പേമിൻ്റെ ഒരു ഭാഗം അങ്ങനെ തന്നെ നിൽക്കുന്നത് കൊണ്ട് അതിനെ ആൽബുമിനസ് എന്ന് പറയും. എൻഡോസ്പേം നിൽക്കുന്നില്ലെങ്കിൽ, അവിടെ അവശേഷിക്കുന്നില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നോൺ ആൽബുമിനസ്. സോ ആൽബുമിനസിൻ്റെ എക്സാമ്പിൾ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന വീറ്റ്, മെയ്സ്, ബാർലി, കാഷ്യൂ, സൺഫ്ലവർ ഒക്കെ എൻഡോസ്പേം, കുറച്ച് എൻഡോസ്പേമിൻ്റെ പാർട്ട് അവിടെ തന്നെ നിൽക്കുന്നവരാണ് ഈ പറഞ്ഞ വീറ്റ്, മെയ്സ്, ബാർലി ഒക്കെ. അതൊക്കെ ആൽബുമിനസ് സീഡ്. സോ രണ്ട് ടൈപ്പ് സീഡുകൾ മെച്ചൂർ ചെയ്ത് നമുക്ക് ടൈപ്പാണ്. എൻഡോസ്പേം കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്തത് നോൺ ആൽബുമിനസ്, എൻഡോസ്പേം കുറച്ച് വീണ്ടും അവശേഷിക്കുന്നത് ആൽബുമിനസ്. ഇനി നോക്കുകയാണെങ്കിൽ ഈ സീഡ് എപ്പോഴാണ്, ഇപ്പോൾ സീഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സീഡ് ഇങ്ങനെ ഒരു സ്മോൾ പോറായിട്ട് പുറത്തുനിന്നുള്ള ഓക്സിജനെയൊക്കെ യൂട്ടിലൈസ് ചെയ്ത് മെച്ചൂർ ചെയ്യുമ്പോൾ ഡ്രൈനെസ് ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ഇനി ഈ സീഡ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റി ഒക്കെ സ്ലോ ഡൗൺ ആവുന്നുണ്ട്. പതിയെ അതിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റി ഒക്കെ സ്ലോ ഡൗൺ ആയി അതൊരു ഇനാക്റ്റീവ് സ്റ്റേജിലൂടെ ഈ സീഡ് കടന്നു പോകും. അതിനെ വിളിക്കുന്ന പേരാണ് ഡോർമൻസി. സോ സീഡിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റി ഒക്കെ പതിയെ സ്ലോ ഡൗൺ ആയി ഒരു ഇനാക്റ്റീവ് സ്റ്റേജിലൂടെ സീഡ് കടന്നു പോവുകയാണെങ്കിൽ ആ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് ഡോർമൻസി. സോ ഈ ഡോർമൻസി എപ്പോഴായിരിക്കും ബ്രേക്ക് ഡൗൺ ചെയ്യുക? എപ്പോഴാണ് ഇനാക്റ്റീവ് പീരീഡിൽ നിന്ന് സീഡ് പുതിയതായിട്ടൊരു സീഡ്ലിംഗ് ആയിട്ട് അല്ലെങ്കിൽ ജെർമിനേറ്റ് ചെയ്യുക? അതിന് ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻസ് വരണം. ഒരു അഡിക്വേറ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് വന്നാൽ മാത്രമേ, പ്രോപ്പറായിട്ടുള്ളൊരു കണ്ടീഷൻസ് കിട്ടിയാൽ മാത്രമേ ഈ സീഡ് ഈ ഡോർമൻസി പീരീഡിൽ നിന്ന് പുറത്തേക്ക് വരുള്ളൂ. അതിനെ വിളിക്കുന്നത് എന്തൊക്കെ കണ്ടീഷൻസ് ആയിരിക്കും? അതിന് അഡിക്വേറ്റ് ആയിട്ടുള്ള മോയ്സ്ചർ കിട്ടണം, അതിന് ആവശ്യമുള്ള മോയ്സ്ചർ കിട്ടണം, അതുപോലെ അതിനാവശ്യമുള്ള ഓക്സിജൻ കിട്ടണം, അതുപോലെ അതിന് പ്രോപ്പറായിട്ടുള്ള സ്യൂട്ടബിൾ ടെമ്പറേച്ചർ കിട്ടണം. സോ ഇത്രയും കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ സീഡ് ജെർമിനേറ്റ് ചെയ്യും. സോ അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് മോയ്സ്ചർ, ഓക്സിജൻ ആൻഡ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഇനാക്റ്റീവ് പീരീഡ് അല്ലെങ്കിൽ മെറ്റബോളിക് ആക്ടിവിറ്റി സ്ലോ ഡൗൺ ആയ സീഡ് ഡോർമൻസിയിൽ നിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത്രയൊക്കെയാണ് സീഡിൻ്റെ പ്രത്യേകതകൾ.